ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപനാണ് തൻ്റെ അച്ഛനെ ലോറിയിടിപ്പിച്ച് കൊന്നത് എന്നുള്ള സത്യം അറിഞ്ഞിട്ടും മഹി ഉൾപ്പെടെ എല്ലാവരും അതെല്ലാം തന്നിൽ നിന്നും മറച്ചു വെച്ചു എന്നുള്ള കാര്യം കണ്ണൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു. താൻ ജീവനതുല്യം സ്നേഹിച്ച മഹിയും കൂടപ്പിറപ്പിനെ പോലെ സ്നേഹം നൽകിയ അനന്തവും ലേഖയും സത്യങ്ങളെല്ലാം മറച്ചുവെച്ച് തന്നെ ചതിക്കുമെന്ന് കണ്ണൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരോട് നല്ല വെറുപ്പ് തോന്നുന്നുണ്ട് കണ്ണന്. കണ്ണൻ്റെ ഈ മാറ്റം ശ്രദ്ധിക്കുന്ന ദുർഗ, നീ എല്ലാവരിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, അത് ഞങ്ങളോടെങ്കിലും ഒന്ന് തുറന്ന് പറയടാ. എല്ലാവരും സംശയിക്കുന്നത് പോലെ അവൾ നിന്നെ ചതിച്ചോ? അവളുടെ വയറ്റിൽ വളരുന്നത് നിന്റെ കുഞ്ഞാണെന്ന് നീ പറയുന്നുണ്ട്, പക്ഷെ അതിന് വേറെ വല്ല അവകാശം ഉണ്ടോടാ? അവനെങ്ങാനും അവളെ തേടി വന്നോ? എപ്പോഴും ഞങ്ങൾ പറയുന്നത് പോലെ അവൾ നിന്നെ ചതിച്ചോ എന്നെല്ലാം ദുർഗ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കണ്ണനോട് ചോദിക്കുമ്പോൾ സകലം നഷ്ടപ്പെട്ട് നിലതെറ്റി നിൽക്കുകയാണ് ഞാൻ. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞുകൊണ്ട് ദുർഗയുടെ നേരെ ഷൗട്ട് ചെയ്യാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. പിന്നീട് കണ്ണേട്ടൻ്റെ ഉള്ളിൽ എന്തോ കടന്നുകൂടിയിട്ടുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഏതായാലും അയാളും അവരും തമ്മിൽ പ്രശ്നങ്ങൾ എന്തോ ഉണ്ടെന്ന് തന്നെയാണ്, അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ഉണ്ണിയും പറയുന്നുണ്ട്. വിശ്വേട്ടൻ എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോൾ മുതൽ ഞാൻ അവനെ കാണുന്നതല്ലേ, എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടും അവനെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ദുർഗ പറയുമ്പോൾ തന്നെ കരുണയ്ക്കും അതൊക്കെ കേട്ട് വല്ലാത്ത പേടിയാവുന്നുണ്ട്. ഇതേ സമയം കണ്ണനാണെങ്കിൽ ആ പ്രതാപൻ അയാളെ എങ്ങനെയെങ്കിലും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. എൻ്റെ അച്ഛനെ വണ്ടിയിടിപ്പിച്ച് കൊന്ന അയാൾ ഇനി ആജീവനാന്തം ജയിലിനുള്ളിൽ തന്നെ കഴിയണം. അതിന് കൃത്യമായിട്ടുള്ള തെളിവ് വേണം. ഇയാളുടെ മൊഴി വെച്ച് മാത്രം അയാളെ അകത്താക്കാൻ കഴിയില്ല. അയാൾ സമനില തെറ്റിയ അവസ്ഥയിലായതുകൊണ്ട് അയാളുടെ മൊഴിയൊന്നും കോടതി കണക്കിലെടുക്കാനും പോകുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം അയാളെ പൂട്ടണം. വിശ്വസിച്ച് സ്നേഹം നൽകിയ എല്ലാവരും എന്നെ ചതിച്ചു. ഇപ്പോൾ എനിക്ക് വിശ്വസിച്ച് എല്ലാം തുറന്നു പറയാവുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മാർക്കോയാണ്. അവനെ കണ്ട് ഉള്ളിലുള്ളത് മുഴുവൻ തുറന്നു പറയാൻ തന്നെ കണ്ണൻ തീരുമാനിക്കുന്നു. അങ്ങനെ മാർക്കോയെ ചെന്ന് കണ്ട് കണ്ണൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന മാർക്കോയാണെങ്കിൽ അങ്ങനെ മഹാലക്ഷ്മി പേടിച്ചതുപോലെ എല്ലാം സംഭവിച്ചിരിക്കുന്നു. മഹാലക്ഷ്മി ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം കണ്ണൻ സാർ അറിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം മാർക്കോയെ ഞെട്ടിക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു മാർക്കോ. അന്ന് എൻ്റെ അച്ഛനെ ഇടിച്ചു തെറിപ്പിച്ച ആ ലോറിയിൽ മഹി ഉണ്ടായിരുന്നു. എന്നിട്ട് വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് പോലും അയാൾക്ക് എന്നോടത് തുറന്നു പറഞ്ഞില്ല. എന്നിട്ട് എല്ലാവരും ചേർന്ന് ഞാൻ പ്രതാപനെ കാണുന്നതിൽ നിന്നും എന്നെ തടഞ്ഞു. എല്ലാവരും ചേർന്ന് എൻ്റെ മുൻപിൽ നാടകം കളിക്കുകയായിരുന്നു. ഞാൻ കൂടപ്പിറപ്പിനേക്കാൾ സ്നേഹിച്ച അനന്തവും ലേഖയൊക്കെ അതിനുവേണ്ടി മഹിക്ക് കൂട്ടുനിന്നു. പ്രതാപനാണ് എൻ്റെ അച്ഛൻ്റെ ദേഹത്തേക്ക് ലോറി ഇടിച്ച് കയറ്റിയത് എന്നുള്ളൊരു സംശയം പലപ്പോഴായിട്ട് ഞാൻ മഹിയുടെ മുന്നിൽ സൂചിപ്പിച്ചിരുന്നു. എന്നിട്ടും അയാൾക്ക് എന്നോടത് തുറന്നു പറഞ്ഞില്ല. ഇതുവരെ അയാൾ അറിയാത്ത ഒരു രഹസ്യവും എൻ്റെ മനസ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വല്ലാതെ തന്നെ ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മാർക്കോ പറയുന്നുണ്ട്, അത് മഹാലക്ഷ്മി കണ്ണൻ സാറിനോട് മനഃപൂർവ്വം പറയാഞ്ഞതല്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് കണ്ണന് ശരിക്കും ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്കും ഇതറിയാമായിരുന്നല്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, അതേ സാർ, പ്രതാപന് മാനസിക നില തെറ്റി അയാളിത് എന്നോടാണ് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞത്. പിന്നെ മഹാലക്ഷ്മിയോട് ഞാൻ ഇതിനെക്കുറിച്ച് തുറന്നു ചോദിച്ചു. അപ്പോൾ മഹാലക്ഷ്മി നടന്ന കാര്യങ്ങൾ മുഴുവൻ എന്നോട് തുറന്നു പറഞ്ഞു. കണ്ണൻ സാറിനെ ചതിക്കാൻ വേണ്ടി മനഃപൂർവ്വം മഹാലക്ഷ്മി ഒന്നും ചെയ്തിട്ടില്ല. സാറിനെ പേടിച്ചിട്ടാണ്. സാറിൻ്റെ സ്നേഹം മഹാലക്ഷ്മിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ആ പാവം സാറിനോടൊന്നും തുറന്നു പറയാതിരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. ആ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ കാര്യം ഉൾപ്പെടെ എന്നുകൂടി മാർക്കോ പറയുമ്പോൾ, എന്താ മാർക്കോ എന്ന് ചോദിക്കുകയാണ് കണ്ണൻ. അന്ന് കണ്ണൻ സാറിൻ്റെ കയ്യിൽ നിന്നും അപകട സമയത്ത് തെറിച്ചുപോയ ആ അയ്യപ്പ വിഗ്രഹം മഹാലക്ഷ്മിയുടെ കയ്യിൽ, ആ അയ്യപ്പ വിഗ്രഹം തന്നെയാണ് ഇപ്പോൾ മഹാലക്ഷ്മിയുടെ കയ്യിലുള്ളത് എന്നും മാർക്കോ പറയുന്നുണ്ട്. കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഒന്നിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ അയ്യപ്പസ്വാമി തന്നെയാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത്. മഹാലക്ഷ്മി ഒരു തെറ്റും ചെയ്തിട്ടില്ല. കണ്ണൻ സാറിനോട് ഒന്നും തുറന്നു പറയാത്തതിൻ്റെ ആ കുറ്റബോധം മഹാലക്ഷ്മിക്കുണ്ട്. കണ്ണൻ സാറ് മഹാലക്ഷ്മിയെ ഇതിൻ്റെ പേരിൽ വെറുക്കരുതെന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. സാറിൻ്റെ സ്നേഹം നഷ്ടപ്പെടുന്നത് മഹാലക്ഷ്മിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അത്രത്തോളം സാറിൻ്റെ സ്നേഹത്തിന് മഹാലക്ഷ്മി വില കൽപ്പിക്കുന്നുണ്ട്. അന്ന് മഹാലക്ഷ്മിയുടെ വാക്കുകളിൽ നിന്നും എനിക്കത് മനസ്സിലായതാണ്. പിന്നെ അനന്ത് സാറിൻ്റെ ഭാര്യയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. കണ്ണൻ സാറ് മഹാലക്ഷ്മി ഇതിൻ്റെ പേരിൽ വെറുക്കരുതെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാർക്കോയുടെ വാക്കുകൾ കേട്ട് മഹാലക്ഷ്മിയോടുള്ള കണ്ണൻ്റെ ആ ദേഷ്യത്തിന് നല്ലൊരു ശരിക്കും ഒരു വെറുപ്പൊക്കെ അലിഞ്ഞില്ലാതാവുന്നുണ്ട് കണ്ണൻ്റെ മനസ്സിൽ.
പിന്നീട് മാർക്കോ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണാനായിട്ട് ചെല്ലുന്നു. എന്നിട്ട് ദൈവം കൂട്ടി യോജിപ്പിച്ചവരാണ് കണ്ണൻ സാറും മഹാലക്ഷ്മിയും. എന്നിട്ടിപ്പോൾ ഒന്നും തുറന്ന് പറയാത്തതിൻ്റെ പേരിൽ മഹാലക്ഷ്മിയെ വെറുക്കാണ് കണ്ണൻ സാറ്. എനിക്കിത് കാണാൻ വയ്യ അമ്മേ, അമ്മ തന്നെ ഇതിനൊരു പരിഹാരം കാണണം എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ, നീ വിഷമിക്കാതെ മാർക്കോ, കണ്ണൻ മോനും ലക്ഷ്മി മോൾക്കും ഞാൻ തന്നെ ഒരുമിച്ച് ദർശനം നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ മോന് ലക്ഷ്മി മോളോട് ചെറിയൊരു നീരസം തോന്നും. പക്ഷേ അതൊന്നും ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കില്ല. പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ അവരൊരുപാട് കാലം ജീവിക്കുമെന്നും അമ്മ പറയുന്നുണ്ട് കേട്ടോ മാർക്കോയോട്. അങ്ങനെ അമ്മ തന്നെ മഹാലക്ഷ്മിക്ക് കണ്ണനും ഒരുമിച്ച് ദർശനം നൽകുകയും അപ്പോഴാണ് അവർ കാണാറുള്ള സിദ്ധിയായിട്ടുള്ള അമ്മ രണ്ടും ഒരാളാണ് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അമ്മ തന്നെ അവരെ കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്